സംസ്കാര സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർഗസദസ്സ് സംഘടിപ്പിച്ചു. ഡിസിസി ഓഫീസിൽ നടന്ന സർഗസദസ്സിന്റെ ഉദ്ഘാടനം സംസ്കാര സാഹിതി സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ NV പ്രദീപ് കുമാർ നിർവഹിച്ചു. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന തികച്ചും സ്വതന്ത്രമായ ഒരു സാംസ്കാരിക വിഭാഗ സംഘടനയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടന എന്ന നിലയിൽ സംസ്കാര സാഹിതി അത്തരത്തിൽ ഏതെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാനുള്ള ഒരു സ്ഥാനമായി ഇതിനെ കാണുന്നില്ല എന്ന് നമ്മൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരോട് സധൈര്യം പറയാൻ കഴിയുന്ന ഒരു സംഘടനയായി വളർന്നു വന്നിരിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മുടെ ചിന്തയും, അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനവും. ഇത് ഏതെങ്കിലും ഒരു സ്ഥാനം ലഭ്യമാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനം ലഭിക്കാത്തവർക്ക്, നമുക്കറിയാം നമ്മുടെ കോൺഗ്രസ് മാതൃസംഘടനയുടെ പോഷക സംഘടനകളൊക്കെ നിരവധിയായ പോഷക സംഘടനകളുണ്ട്. അതിൻ്റെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. അറിയപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടന, KSU, യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും INTUC ഒക്കെ, അങ്ങനെ പല വേദികൾ ഇതിനെയൊക്കെ പരിപോഷപ്പെടുത്തുന്ന, മാതൃസംഘടനയെ പരിപോഷപ്പെടുത്തുന്ന, മാതൃസംഘടനയെ ശക്തിപ്പെടുത്തുന്ന ഉപവിഭാഗങ്ങളായി നിലനിൽക്കുമ്പോൾ അതിലൊന്നും സ്ഥാനം ലഭ്യമാകാൻ കഴിയാത്തവരെ മറവ് ചെയ്യുന്ന ഒരു വേദിയായി സംസ്കാര സാഹിതിയെ കാണരുത് എന്ന് ബഹുമാന്യരായ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ഒരു പുതിയ മാനവും പുതിയൊരു നയവും ഉണ്ടാകണം എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. സംസ്കാര സാഹിതി കണ്ണൂർ ജില്ലാ ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ M പ്രദീപ് കുമാർ പയ്യന്നൂർ സംഘടനാ നയരേഖ അവതരണവും, സംസ്ഥാന ജനറൽ സെക്രട്ടറി K പ്രമോദ് ജില്ലാതല പ്രവർത്തന റിപ്പോർട്ട് അവതരണവും നിർവഹിച്ചു. എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ജീവൻ മരണ പോരാട്ടത്തിലാണ്, അല്ലെ ടീച്ചറെ? അഴീക്കോട് പിടിക്കണ്ടേ? അന്നേരം ഓരോ സ്ഥലവും നമ്മളതാണ് മുഖ്യ പ്രശ്നം. നമ്മളെല്ലാം നിലനിൽപ്പാണ് നമ്മളെ പ്രശ്നം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 11-ാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതായത് നമ്മളെല്ലാവരും പൊതുവെ സാഹിത്യക്കാർ ഒരു മണ്ഡലം മീറ്റിങ്ങിനും പോലും പ്രതിവായിട്ടും പറഞ്ഞ പോലെയാണ്. നമ്മളെ കൺവീനർ അടക്കം മണ്ഡലം മീറ്റിങ്ങിനും പോലെ ഒന്നിനും പോലെ ആ പരിസരത്തെ പോലെ. പക്ഷെ ഇപ്പം മാറി. ഇപ്പൊ നമ്മൾ ഇതിന്റെ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുമായിട്ടുള്ള സഹകരണം ഉണ്ടാകും. അത് നിങ്ങളെ പ്രകടനത്തിന് പോകണമെന്നൊന്നും ഞാൻ പറയില്ല, സിന്ദാബാദ് വിളിക്കണമെന്നും ഞാൻ പോകാൻ വേണ്ടി പറയില്ല. പക്ഷെ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന പാർട്ടി കൺവെൻഷനും പാർട്ടി യോഗങ്ങളും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. പാർട്ടി വിചാരിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കണ്ണൂരിൽ പാർട്ടിയുടെ സഹായം കിട്ടിയാലേ ഏത് സംഘടനക്കും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അത് കണ്ണൂരിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമാണ്. അതുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് നമ്മളും നമ്മളെ കുടുംബവും പരിസരവും അത്രയും നിങ്ങളെ ഏൽപ്പിക്കുന്നുള്ളൂ. ഇന്നിവിടെ കൂടിയ 65 ആളോടും പറയാനുള്ള, ഇതിന്റെ ഭാരവാഹികളോടും പറയാനുള്ള, നിങ്ങളും നിങ്ങളെ അടുത്തുള്ള ഒരു 5 കുടുംബവും ബന്ധുക്കളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ നിർബന്ധമായി പറയണം. സാഹചര്യമായോണ്ട് മാറിയിക്കൊന്നും വേണ്ട. നമ്മൾ ഓരോ സ്ഥലത്തും പരാജയപ്പെട്ടത് 5, 6, 4, 3 വോട്ടിനാണ് നമ്മൾ പരാജയപ്പെട്ടത്. കണ്ണൂർ ജില്ലയിലെ പല പഞ്ചായത്തും ഒരു സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള വോട്ടർ പട്ടിക പ്രവർത്തനം നമ്മൾ നടത്തി, നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഇന്നേ വരെയുള്ള ഇതെടുത്താൽ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒറ്റ പേരിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. സാഹിതിന്റെ ഒരു മെമ്പറും കോർപ്പറേഷൻ കൗൺസിലിൽ ഒറ്റ മെമ്പറായിട്ട് വന്നിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KM ഉണ്ണികൃഷ്ണൻ, സുനിൽ മടപ്പള്ളി, സംസ്ഥാന നിർവാഹക സമിതി അംഗം VB വിജയൻ, ജില്ലാ ജനറൽ കൺവീനർ KN ആനന്ദ് നാറാത്ത്, ഡോക്ടർ VA അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചപ്പോൾ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ശ്രീ ബെന്യാമിന്റെ ആടുജീവിതം യഥാർത്ഥത്തിൽ കേരളം കണ്ടതാണ്. ഒരു മനുഷ്യന് എത്രത്തോളം അടിമയാവാൻ പറ്റുമെന്ന് ഒരു സാഹിത്യ നായകൻ കൂടിയായ ബെന്യാമിൻ തെളിയിക്കുമ്പോൾ പിണറായിയുടെ ഭരണത്തിൽ സ്വദേശപരമായിട്ടുള്ള ചിന്താഗതികളോ സ്വതന്ത്ര ചിന്താഗതിയോ ഈ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിൽ കലാകാരന്മാര്, എഴുത്തുകാര്, സാമൂഹ്യ പ്രവർത്തകര് ഒക്കെ ഉത്ഭുതരായിക്കൊണ്ട് ജനങ്ങളെ ഉത്ഭുതരാക്കാനുള്ള ഒരു പ്രയാണത്തിൽ സംസ്കാര സാഹിതിക്കൊപ്പം പങ്കുചേരണമെന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എങ്കിലും നമ്മളിവിടെ വന്ന പലരും മുൻകൈ എടുത്ത് അവർ തന്നെ താല്പര്യപ്രകാരം വന്ന്
ഇന്ന് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുക അവരവരുടെ സർഗശേഷി അവതരിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പുല്ലാങ്കുഴൽ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അവിടെ മൃദംഗം ചെയ്യുന്ന ആളുകളുടെ ഉണ്ട്. തുള്ളിക്ക് കുടക്കണ കല്ലേൽ പെയ്യണ കണ്ടു കരഞ്ഞു ഞാൻ. തുള്ളിക്ക് കുടക്കണ കല്ലേൽ പെയ്യണ കണ്ടു കരഞ്ഞു ഞാൻ. തന്നാരെ തന്നാരെ തക തെയ്യക്കന്താരാ നിന്മടിയറയിലെ നിർമ്മലശയ്യയിലെ നീലനിരാളമായി ഞാൻ മാറിയെങ്കിൽ പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പൊന്നാട തളിരാട കാണിക്കയായി തന്നു. ഒന്നിന് തിരിതാഴ്ത്തു ശാരദ നിലാവെ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. മാനസ സൗപർണികയുടെ തീരത്തിൽ മൗനമായി വാഴും മൂകാംബികേ. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.